നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച എന്തെങ്കിലും ഒരു സാഹിത്യചിന്ത തന്നെ നടത്താമെന്ന് ഞാൻ കരുതുകയാണ്. ഈ സാഹിത്യചിന്ത ഞാൻ പണ്ട് എങ്ങോ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുള്ള ഒരു ചെറിയ ശ്ലോകം, പക്ഷേ ആ ശ്ലോകം വളരെ അർത്ഥസമ്പുഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ശ്ലോകം ഞാൻ എവിടെയോ എഴുതി വെച്ചിരുന്നത് എന്തോ തപ്പിച്ചെന്നപ്പോൾ ഈയിടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് അന്ന് കേട്ടു, എനിക്ക് നല്ലതായിട്ട് തോന്നി, ആശയം ഉള്ളിലുണ്ട്, പക്ഷെ ശ്ലോകം ഞാനങ്ങ് മറന്നുപോയിരുന്നു കേട്ടോ. ഇപ്പോൾ വർഷങ്ങളൊക്കെയായി, പക്ഷേ എന്തോ തപ്പിച്ചെന്നപ്പോൾ എവിടെയോ എഴുതി വെച്ചിരുന്നത് കണ്ടു. ഞാൻ ആ ശ്ലോകം ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ആശയം, അർത്ഥം വളരെ ഗംഭീരമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ശകടം പഞ്ചഹസ്തേഷു. ശകടം എന്ന് പറഞ്ഞാൽ എന്താ? വാഹനം, വണ്ടി, കാറോ ഇതോ എന്ത് വാഹന, ബസ്സോ ട്രെയിനോ കാര്യങ്ങളോ ഏതായാലും ശകടം എന്ന് പറഞ്ഞാൽ വണ്ടികൾ, വാഹനങ്ങൾ. പഞ്ചഹസ്തേഷു. പഞ്ചഹസ്തേഷു എന്ന് പറഞ്ഞാൽ ഈ പണ്ടൊക്കെ ഈ അളവ് കോല്, ഒരു കോൽ നീളം, 2 കോൽ നീളം എന്നൊക്കെയാണ് പറയുക. ഇന്നത്തെ പോലെ മീറ്ററെന്നും കിലോമീറ്ററെന്നും ഒന്നും അല്ല. കോൽ കണക്കിനാണ്. 3 കോല്, 5 കോല് അങ്ങനെയൊക്കെയാണ് പറയുക. അതായത് 1 മീറ്റർ, ഇന്നത്തെ 1 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 കോൽ നീളം ഉണ്ടായിരിക്കും. 3, 4, 3, 3.5 കോലെങ്ങാണ്ടാണ് 1 മീറ്റർ എന്ന് തോന്നണം കേട്ടോ. അപ്പം വാഹനത്തെ നമ്മൾ 5 കോൽ അകലെ നിർത്തണം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ 5 കോൽ, ഒരു 1-1.5 മീറ്റർ പുറകിലെ അടുത്ത് ദൂരെ നിൽക്കാവൂ. അത്ര, അതിൽ കൂടുതൽ അടുത്തേക്ക് വാഹനങ്ങളുടെ അടുത്തേക്ക് പോകരുത്. അപകടമാണ് ഒരു കാര്യം. പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ദശഹസ്തേഷു വാജിനം. ദശം എന്ന് പറഞ്ഞാൽ 10, ദശഹസ്തേഷു 10 കോൽ. കോൽ എന്ന് പറയുന്നത് ഒരു കയ്യിൻ്റെ, ഒരു പുരുഷൻ്റെ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ കയ്യിൻ്റെ നീളം, അതാണ് ഹസ്തേഷു എന്ന് പറയുന്നത്, കോൽ നീളം. 10 കോൽ ദൂരെ നിൽക്കണം. എന്തിൻ്റെ? വാജിനം. വാജിനം എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറയുന്ന മൃഗമാണ്. ഈ കുതിരയുടെയൊക്കെ ഏറ്റവും അടുത്തേക്ക്, പശുവിനെയൊക്കെ ചിലരിങ്ങനെ ആൾക്കാർ തൊട്ട് തടവിക്കൊണ്ടൊക്കെ നടക്കും, പക്ഷെ പരിചയമില്ലാത്തവരെ 10 കോല് ദൂരെ നിർത്തണം. കുതിരയുടെ അത്രയും കൂടി അടുത്തേക്ക് പോരാ. അതിനേലും അടുത്ത് പോകാവുന്നത് വാഹനത്തിൻ്റെ. അതിലും വാഹനത്തേക്കാൾ അപകടകാരിയാണ് വാജിനം, കുതിര. കുതിരയെ നമ്മൾ 10 കോൽ ദൂരെ വച്ചിട്ട് വിട്ടുകളയണം. പിന്നെ അടുത്തത് ഗജം ഹസ്തസഹസ്രേഷു. ഗജം എന്ന് പറഞ്ഞാലോ ആന. ആനയുടെ എത്ര ദൂരം നിൽക്കാനേ പാടുള്ളൂ എന്നാണ് പറയണത്. സഹസ്രഹസ്തേഷു, അതായത് പരമാവധി ദൂരെ നിന്ന് 1000 കോൽ ദൂരെ നിൽക്കണം ആനയുടെ. അതിൽ കൂടുതൽ അടുത്താൽ അപകടമാണ്. അപ്പോൾ വാഹനം തമ്മി ഭേദം വാഹനത്തിന് 5 കോൽ ദൂരം നിന്നാൽ മതി. വാജിനത്തിന് 10 കോൽ, കുതിരയ്ക്കാണെങ്കിൽ 10 കോൽ ദൂരം നിന്നാൽ മതി. ആനയ്ക്ക് 1000 കോൽ ദൂരെ നിൽക്കാൻ പാടുള്ളൂ ആനയുടെ. അപ്പോൾ ഇത് 3 ഒരുപോലെ അപകടങ്ങളാണ്. അപകടങ്ങളെ അകറ്റി നിർത്തുക, അവയെ നമ്മൾ ഉപേക്ഷിക്കണം. ആനയുടെയൊക്കെ അടുത്തേക്ക് ചെല്ലാനേ പാടില്ല, കുതിരയുടെ അടുത്തേക്കും ചെല്ലാനേ പാടില്ല, വാഹനത്തിൻ്റെ അത്രയ്ക്ക് അടുത്തേക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ അന്ന് പറഞ്ഞ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രാവശ്യം ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. ഇത് നീതിസാരം എന്ന് പറഞ്ഞ ഒരു സംസ്കൃത ക്ലാസ്സിലോ മറ്റോ ആണ്. നീതിസാരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് ഗുരുനാഥൻ. അപ്പോൾ എപ്പോഴോ കേട്ട് എഴുതി വെച്ചൊരു ശ്ലോകമാണ്. ശകടം പഞ്ചഹസ്തേഷു ദശഹസ്തേഷു വാജിനം ഗജം ഹസ്തസഹസ്രേഷു ദുർജനം ദൂരസത്യജേത. ദുർജനത്തെ ഇനി ഈ അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ, വാഹനമുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്, ഇതിനേക്കാളൊക്കെ അപകടകാരികൾ ദുർജനങ്ങളാണ്. ദുർജനങ്ങളിൽ നിന്ന് നമുക്ക് കടന്നു പോകാം. ഇത്ര കോലൊന്നൊന്നുമില്ല, 1000-ന്നും 100-ന്നും ഒന്നും ഒരു കണക്കൊന്നുമില്ല. എത്രയും നമുക്ക് അകന്നു മാറാമോ? ദുർജനങ്ങളിൽ നിന്ന് എത്രയും ദൂരം നമുക്ക് മാറാമോ അത്രയും ദൂരം മാറിയേ നമ്മൾ
സഞ്ചരിക്കാവൂ. ദുർജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തേണ്ടത്. വാഹനങ്ങളെ അകറ്റണം, കുതിരകളെ അകറ്റണം, ആനയെ അകറ്റണം. ഇവരെക്കാളൊക്കെ കൂടുതൽ അകറ്റി നിർത്തേണ്ടത് ദുർജനങ്ങളെയാണ്. നീതിസാരത്തിലെ ഈ ശ്ലോകം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സാഹിത്യ ചിന്ത ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഒരു നന്മ ഉള്ള കാര്യമായിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.